ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ സൂപ്പർ കപ്പിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഒരു നാടകീയമായ റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ടോട്ടൻഹാമും PSG തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും PSG പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ PSG കിരീടം ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 ഗോളുകൾ അവസാനത്തിൽ അവർ തിരിച്ചടിച്ചു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ PSG വിജയിക്കുകയായിരുന്നു. ടോട്ടൻഹാം മറ്റൊരു കിരീടത്തിന്റെ തൊട്ടരികിലായിരുന്നു. പക്ഷേ കയ്യെത്തും ദൂരത്ത് അവർക്ക് അത് നഷ്ടമായി എന്നുള്ളതാണ്. 39-ാമത്തെ മിനിറ്റിൽ വാൻഡൻ വെൻ, അതുപോലെ തന്നെ 48-ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോ എന്നിവർ ടോട്ടൻഹാമിന് വേണ്ടി ലീഡുകൾ നേടിക്കൊടുത്തു. 85-ാമത്തെ മിനിറ്റിൽ കാങ്ലി, അതുപോലെ തന്നെ 94-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസ് എന്നിവരിലൂടെ PSG തിരിച്ചടിക്കുകയായിരുന്നു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ PSG വിജയം സ്വന്തമാക്കി. ഗോൾ കീപ്പറായ ലുക്കാസ് ഷെവലിയറുടെ ഒരു പ്രകടന മികവ് എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ മത്സര ശേഷം ടോട്ടൻഹാമിന്റെ പുതിയ പരിശീലകനായ തോമസ് ഫ്രാങ്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, അഥവാ വിജയകരമായിരുന്നു. പക്ഷെ അവസാനത്തിൽ രോഗി മരിച്ചു എന്നാണ് മെഡിക്കൽ ടേംസിലൂടെ തോമസ് ഫ്രാങ്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: PSG-ക്കെതിരെയുള്ള ഞങ്ങളുടെ പ്രകടനം ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പറയാം. അത് മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ രോഗി മരിക്കുകയാണ് ചെയ്തത്. അതായത് അവസാനിച്ചത് നല്ല രീതിയിൽ അല്ല, ബാക്കിയുള്ളതെല്ലാം നല്ലതായിരുന്നു. ഇതാണ് തോമസ് ഫ്രാങ്ക് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൻഹാം മികച്ച രൂപത്തിൽ കളിച്ചു, തങ്ങളുടെ പ്ലാനുകൾ എല്ലാം നടപ്പിലായി. പക്ഷെ അവസാനത്തിൽ കിരീടം കൈവിട്ടു. അത് നല്ല ഒരു കാര്യമായിരുന്നില്ല എന്നാണ് തോമസ് ഫ്രാങ്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും യുവേഫ സൂപ്പർ കപ്പ് സ്വന്തമാക്കുന്നതിന്റെ തൊട്ടരികിൽ വെച്ചുകൊണ്ടാണ് ടോട്ടൻഹാമിന് ഈ ഒരു ദുരന്തം ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.